നമസ്കാരം. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ജീവിതത്തിൽ ഇടയ്ക്ക് എപ്പോഴെങ്കിലും കൂർക്കം വലിക്കാത്തവരായി ആരും ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം. ലോക ജനസംഖ്യയിൽ തന്നെ 50% പേരും ഇതുപോലെ വല്ലപ്പോഴുമെങ്കിലും കൂർക്കം വലിക്കുന്നവരാണ്. എന്നാൽ ഇതിൽ 25% പേരും സ്ഥിരമായി ഉറക്കത്തിൽ കൂർക്കം വലിക്കുന്നവരാണെന്നാണ് കണക്കുകൾ. ഈ കൂർക്കം വലി ഒരു പ്രശ്നമാകുന്നത് എപ്പോഴാണ്? ഇതിന് കൃത്യമായ ചികിത്സകളുണ്ടോ? ഇതെല്ലാം ഇന്നത്തെ ഡോക്ടർ ലൈവിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നത് തിരുവനന്തപുരം PRS ഹോസ്പിറ്റലിലെ ശ്വാസകോശ രോഗ വിഭാഗം സീനിയർ കൺസൾട്ടന്റായ ഡോക്ടർ ബിനു കൃഷ്ണൻ. നമസ്കാരം ഡോക്ടർ. നമസ്കാരം ഡോക്ടർ. പലപ്പോഴും നമ്മളൊരു തമാശയോടുകൂടി കാണുന്ന ഒരു പ്രശ്നമാണ് കൂർക്കം വലി. എന്നാൽ ഈ കൂർക്കം വലി ഒരു പ്രശ്നമാകാറുണ്ടോ? പ്രശ്നമാകുന്നത് എപ്പോഴാണ്? താങ്കൾ പറഞ്ഞതുപോലെ പഠനങ്ങൾ പറയുന്നത് മോർ ദാൻ 50%, അതായത് പകുതിയിലധികം പേരും ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരിക്കൽ കൂർക്കം വലിച്ച് കാണാം. എന്നാൽ ഇവരെ എല്ലാം നമ്മൾ സിമ്പിൾ സ്നോറേഴ്സ് എന്നാണ് പറയുന്നത്. അതായത് അവരുടെ എന്തെങ്കിലും ശ്വാസനാളത്തിലെ ഒരു അബ്നോർമാലിറ്റി കൊണ്ട് അവരിടയ്ക്ക് ഒന്ന് കൂർക്കം വലിക്കുന്നു. അവർക്കൊന്നും പ്രത്യേകിച്ച് ചികിത്സയായിട്ട് ആവശ്യമില്ല, സാധാരണ സിമ്പിൾ സ്നോറേഴ്സിന്. ചികിത്സ എപ്പോഴാണ് വേണ്ടി വരുന്നത് എന്ന് വെച്ചാൽ സ്ഥിരമായിട്ട് അല്ലെങ്കിൽ വല്ലപ്പോഴും കൂർക്കം വലിക്കുന്ന ഒരാളുടെ കൂർക്കം വലിയുടെ തോത് ക്രമാതീതമായിട്ട് കൂടുന്നു. നേരത്തെ വലിച്ചുകൊണ്ടിരുന്നാൽ വളരെ ശബ്ദം കൂടി പോകുന്നു, അല്ലെങ്കിൽ കൂർക്കം വലിയുടെ കൂടെ തന്നെ ശ്വാസത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്നു, അല്ലെങ്കിൽ മറ്റ് ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും വരുന്നു. അപ്പോഴാണ് നമ്മളതിനെ ഒരു രോഗമായിട്ട് പരിഗണിക്കേണ്ടതും അതൊന്ന് ഇവാലുവേറ്റ് ചെയ്യേണ്ടതും. ഓക്കെ ഡോക്ടർ, നമ്മുടെ ഒരു കോളർ ഉണ്ട്. ഹലോ. ഹലോ, ഇടുക്കി കട്ടപ്പന സോമൻ എന്ന് പറഞ്ഞ ആളാണ് വിളിക്കുന്നത്. ചോദിച്ചോളൂ. എപ്പോ കിടന്ന 1 മണിക്ക് ഉച്ച സമയത്ത് അല്പം കിടന്നാലും അന്നേരം പെട്ടെന്ന് ഉറക്കം വരും. ഉറക്കം വന്നു കഴിയുമ്പോഴേ അന്നേരം പെട്ടെന്ന് കൂർക്കം വലി തുടങ്ങും. പിന്നെ രാത്രി കിടന്നു കഴിയുമ്പോഴും മണിക്കൂറോളം കൂർക്കം വലിയാണ്. സാറിന് എത്ര പ്രായമായി കാണും ഇപ്പോൾ? പ്രായം ഇപ്പൊ 57. രാത്രിയും മറ്റുള്ളവർ പറയാറുണ്ടോ കൂർക്കം വലിക്കുന്ന? വൈഫ് മിക്കവാറും ദിവസം പറയും ശല്യമാണ് പറയാൻ കടന്നു വലിക്കുന്നു, അങ്ങോട്ട് തിരിഞ്ഞു കിടക്കും. ചിലപ്പോൾ ഈ ശബ്ദം കൊണ്ട് ഏറ്റവും മാറി കിടക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഒരേ ശബ്ദത്തിൽ തന്നെയാണോ അതോ കുറഞ്ഞു വരുന്നു അല്ലെങ്കിൽ കൂടി പോകും, അങ്ങനെ പറയാറുണ്ടോ? കൂടി കണ്ടമാന ശബ്ദം കൂടി വരുന്നുണ്ട്, ചില സമയത്ത് കൂടി വരുന്നുണ്ടെന്നാണ് പറയുന്നത്. പകൽ സമയത്ത് വെറുതെ ഇരിക്കുമ്പോൾ അറിയാതെ? പകൽ സമയത്തും കിടക്കുകയായിരുന്നു. കിടക്കുന്ന കഴിയുമ്പോൾ ഉച്ച സമയത്ത് ചോറിന് കഴിഞ്ഞ് ചിലപ്പം മയങ്ങാറുണ്ട്. ആ സമയത്തും ചിലപ്പം കൂർക്കം വലിച്ചു പോകും. സാർ, വെറുതെ ഇരിക്കുമ്പോൾ കൂടുതൽ ക്ഷീണമായിട്ടോ അങ്ങനെ അനുഭവപ്പെടാറുണ്ടോ? ഇല്ല. പത്രം വായിക്കുമ്പോഴോ അല്ലെങ്കിൽ TV കാണുമ്പോഴോ അറിയാതെ മയങ്ങിപ്പോവുകയോ? ഇല്ല ഇല്ല, വരാറില്ല. സാറിന് ഇത് ഐഡിയലി നമ്മൾ നോക്കേണ്ടത് ഇതിൻ്റെ കൂർക്കം വലിയുടെ ഒന്ന് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. സ്ലീപ്പ് സ്റ്റഡി എന്നാണ് പറയുന്നത്. സ്ലീപ്പ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ നമ്മൾ രാത്രി ഉറങ്ങുമ്പോൾ ചെയ്യുന്നതാണ് സ്ലീപ്പ് സ്റ്റഡി. നമുക്ക് അതിൻ്റെ വിശദീകരണത്തിൽ പിന്നീട് വരാം. അപ്പോൾ സ്ലീപ്പ് സ്റ്റഡി ചെയ്ത് നോക്കൂ. അടുത്തുള്ള സ്ലീപ്പ് സ്പെഷ്യലിസ്റ്റിനെ കണ്ടിട്ട് സാറിൻ്റെ ഒരു സ്ലീപ്പ് സ്റ്റഡി നോക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. ഇതൊക്കെ കൃത്യമായിട്ട് ഇതിന് ചികിത്സയുണ്ടെന്ന് തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് വേറൊരു പ്രശ്നം. ഇത് ഡോക്ടറെ കാണേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ഇതിന് പരിഹാരം ഉണ്ടാവുമോ എന്നുള്ളൊരു സംശയമുണ്ട്. പലരും വരുമ്പോൾ തന്നെ ഒരു ചിരിയാണ്, കൂർക്കം വലിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ ഞാനോ എന്നാണ്. ആരും അക്സെപ്റ്റ് ചെയ്യാൻ തന്നെ തയ്യാറല്ല. പലപ്പോഴും അവരുടെ പാർട്ട്നേഴ്സാണ് പറഞ്ഞപ്പം എൻ്റെ ഭർത്താവ് കൂർക്കം വലിക്കുന്നു, അത് കാരണം എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. അതാണ് ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന കംപ്ലൈന്റ്. അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ. ഹലോ, നമസ്കാരം. ഡോക്ടറോട് സംസാരിച്ചോളൂ. സർ പറയണം. ഹലോ, പറയണം സർ, പറയണം. ഡോക്ടറെ, ഞാൻ കണ്ണൂർ ജില്ല ഇരട്ടിയിൽ KV നാരാണ്. എനിക്ക് വയസ്സ് 60ആയി. അത് ഭയങ്കരമായ കൂർക്കം വലി, ഭയങ്കര ശബ്ദത്തിലെ കൂർക്കം വലി കുറെ വർഷമായി. പിന്നെ അറിയാം, ഈ സാധാരണ ഇതിൽ ഉറങ്ങുമ്പോഴേ ഇപ്പൊ ഞാൻ ഇരുന്ന് മയങ്ങിപ്പോയാലും കൂർക്കം വലി ഉണ്ടെന്നാ വീട്ടിൽ നിന്ന് പറയുന്നത്. ഇത് നല്ല ചികിത്സ ആവശ്യമുള്ളതാണോ? സാറിന് പകലുമുണ്ടോ അതോ രാത്രി മാത്രമാണോ കൂർക്കം വലി വരുന്നത്? ഇപ്പൊ കുറച്ച് കാലമായിട്ട് പകലും ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് ഉറങ്ങുകയോ അങ്ങനെ ചെയ്യാറുണ്ടോ പകൽ സമയത്തൊക്കെയും? പകൽക്ക് ഇടയ്ക്ക് ഇങ്ങനെ വാർത്തയെല്ലാം കേൾക്കുമ്പോൾ ഉറക്കം വന്നു പോകും. ഞാൻ നേരിട്ട് പോകാറാണ്. ഇങ്ങനെ കുറച്ച് സമയം മയങ്ങുമ്പോൾ പോലും കൂർക്കം വലി ഉണ്ടെന്നാ വീട്ടിൽ നിന്ന് പറയുന്നത്. മിക്കവാറും ഇത് സ്ലീപ്പ് ആപ്നിയ എന്ന് പറയുന്ന ഒരു അസുഖത്തിന്, അതായത് ഉറക്കത്തിലുള്ള ഓക്സിജൻ ഇല്ലായ്മ എന്ന് പറയുന്ന അസുഖത്തിൻ്റെ ഒരു ലക്ഷണമാകാം. സാറിന് ചെയ്യേണ്ടത് തൊട്ടടുത്തുള്ള ഒരു സ്ലീപ്പ് സെൻറ്ററിൽ പോയിട്ട് അല്ലെങ്കിൽ സ്ലീപ്പ് സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് ഒന്ന് ഈ കൂർക്കം വലി ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് സ്ലീപ്പ് സ്റ്റഡി നോക്കുക എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ സ്റ്റേജ്. മറ്റൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ. നമസ്കാരം. സംസാരിച്ചോളൂ ഡോക്ടറോട്. പറയാം മാഡം, പറയണം. സാർ, ഇത് എന്റെ ഭർത്താവിന് കൂർക്കം വലിയാണോ പ്രശ്നം? കൂർക്കം വലിയാണ് പ്രശ്നം. എന്റെ ഭർത്താവിന് ഹസ്ബൻഡിന് ഉറങ്ങുമ്പോൾ വെപ്പം തുടങ്ങും കൂർക്കം വലി.
എത്ര വർഷമായിട്ടുണ്ട് മാഡത്തിന്റെ ഹസ്ബൻഡിന് ഈ 3-4 വർഷമായിട്ട്. ആദ്യം ഉള്ളതുപോലെയാണോ ഇപ്പോൾ കൂടി കൂടി വരികയാണോ? അപ്പൊ കൂടി കൂടി വരികയാണ്. ഇടയ്ക്ക് ഡോക്ടറിനെ കാണിച്ചിട്ടുണ്ട്? ഇല്ല, ഇതുവരെ കാണിച്ചിട്ടൊന്നുമില്ല. പകൽ സമയത്തും ഇതുപോലെ കൂർക്കം വലിയായിട്ടോ അല്ലെങ്കിൽ ശ്വാസം മുട്ടൽ അനുഭവപ്പെടുകയോ? പകൽ സമയത്തും ഇങ്ങനെ തന്നെ ഉറങ്ങുകയാണെങ്കിൽ നല്ല കൂർക്കം വലി. ശ്വാസം മുട്ടൽ അനുഭവപ്പെടാറുണ്ടോ? ഇല്ല, ശ്വാസം മുട്ടൊന്നും അങ്ങനെയില്ല. ഇതും ഡോക്ടർ പറഞ്ഞ അതേ പരിഹാരമാണ് അതേ കാര്യം തന്നെയാണ് ഇത് വരുന്നത്. ഡോക്ടർ ഇപ്പൊ വന്ന കോളുകൾ ശ്രദ്ധിച്ചാൽ പുരുഷന്മാരാണ് കൂർക്കം വലിക്കുന്നത് എന്നാണ് കൂടുതൽ തീർച്ചയായും പഠനങ്ങളിലും പറയുന്നത്. പുരുഷന്മാരാണ് കൂടുതൽ കൂർക്കം വലിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? വെച്ചാൽ പുരുഷന്മാരുടെ മസിൽസാണ് രാത്രിയാകുമ്പോൾ കൂടുതൽ. നമ്മുടെ മസിൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കൂർക്കം വലി എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മുടെ ശ്വാസനാളം എന്താണെന്നാണ് നമ്മൾ അറിയേണ്ടത്. ഒരു സിമ്പിളായിട്ട് പറഞ്ഞാൽ മൂക്ക് മുതൽ ലങ്സ് വരെ ഒരു ട്യൂബായിട്ട് സങ്കല്പിച്ചാൽ ഒരു ട്യൂബ്, അതിനകത്തൂടെ ശ്വാസം ഉള്ളിലേക്കും പോകണം പുറത്തേക്കും പോകണം. ചില ആൾക്കാർക്ക് എന്ത് പറ്റുന്നു എന്ന് പറഞ്ഞാൽ ട്യൂബ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അടഞ്ഞങ്ങ് പോകും. അതായത് അതിനകത്തൂടെ എയർ പോകുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി പോകും. അതാണ് ഈ കൂർക്കം വലി ശബ്ദമായിട്ട് വരുന്നത്. ഈ ശ്വാസനാളം നന്നായിട്ട് അങ്ങ് അടഞ്ഞു പോവുകയാണെങ്കിൽ സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ശ്വാസം ഉള്ളിലേക്ക് പോകത്തില്ല. അതാണ് നമ്മൾ ഈ സ്ലീപ്പ് ആപ്നിയ, അത് ഉറക്കത്തിലുള്ള ഓക്സിജൻ ഇല്ലായ്മ, അല്ലെങ്കിൽ സ്ലീപ്പ് ആപ്നിയ, ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ, അല്ലെങ്കിൽ OSA എന്നൊക്കെ പറയുന്നത്. ഡോക്ടർ, അപ്പോൾ കുട്ടികളിൽ ചിലപ്പോൾ കുറച്ചു കാലമെങ്കിലും ഒക്കെ ഇങ്ങനെ കൂർക്കം വലി കാണുന്നുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു കാരണം എന്തായിരിക്കും? നേരത്തെ പറഞ്ഞതൊരു എക്സെപ്ഷനാണ്. നമ്മൾ പറഞ്ഞു അഡൽസിൽ, മുതിർന്നവരിലാണെങ്കിൽ കൂർക്കം വലി പലർക്കും സിമ്പിൾ സ്നോറിംഗ് എന്ന് പറഞ്ഞു വരാം, അതായത് അസുഖമില്ലാതെ കൂർക്കം വലി വരാം. പക്ഷേ കുട്ടികളിൽ അങ്ങനെയല്ല. കുട്ടി കൂർക്കം വലിക്കുകയാണെങ്കിൽ എപ്പോഴും അതിന് മറ്റൊരു ബുദ്ധിമുട്ട് കാണാം, മറ്റെന്തെങ്കിലും അസുഖത്തിൻ്റെ കാണാം. ഏറ്റവും കോമൺ ആയിട്ട് വരുന്നത് ഒന്ന് നമുക്ക് ടോൺസിലിൻ്റെ അസുഖം, രണ്ടാമത് അഡനോയിഡ് ഗ്രന്ഥിയുടെ അസുഖം. ടോൺസിൽ നിന്നും അഡനോയിഡ് നിന്നും ഈ 2 ഗ്രന്ഥികളാണ് എപ്പോഴും കുട്ടികളിൽ, അതിൻ്റെ വലിപ്പമാണ് ഈ കൂർക്കം വലി ഉണ്ടാക്കുന്നത്. ഡോക്ടർ, ഇപ്പം മദ്യപാനികളിൽ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് പുകവലിക്കുന്ന ശീലമുള്ളവരിൽ കൂർക്കം വലി കൂടുതലായി കാണുന്നതെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഇത് ശരിയാണോ എന്നുള്ളതാണ്? തീർച്ചയായിട്ടും മദ്യപാനികളിലും സംഭവിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശ്വാസനാളം കൂടുതലായിട്ട് അങ്ങ് അടഞ്ഞു പോകും. ആ ശ്വാസനാളത്തിൻ്റെ മേളത്തെ ഭാഗങ്ങളിലുള്ള മസിൽസ് രാത്രിയാകുമ്പോൾ അവരുടെ മസിൽസ് അങ്ങ് റിലാക്സ് ചെയ്യും. അപ്പോഴേക്കും നാക്ക് ഉൾപ്പെടെ ബാക്കിലേക്ക് വീഴും. കിടന്നു കഴിഞ്ഞാൽ, ഒന്ന് മലർന്ന് കിടന്നു കഴിഞ്ഞാൽ അവരുടെ നാക്ക് തന്നെ ടങ് ഫോളിംഗ് എന്ന് പറയും. നാക്ക് ബാക്കിലേക്ക് പോവുകയും ശ്വാസനാളം ഒന്ന് ഒബ്സ്ട്രക്റ്റഡ് അടഞ്ഞു പോവുകയും ചെയ്യും. അതുപോലെ തന്നെയാണ് പുകവലിക്കാരിലും. ഇപ്പോഴത്തെ പഠനങ്ങൾ പറയുന്നത് ഈവൻ ആസ്മ ഉള്ള രോഗികൾക്ക് പോലും OSA വരാൻ, അല്ലെങ്കിൽ കൂർക്കം വലി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നാണ്. മറ്റൊന്ന്, ചിലർ കൂർക്കം വലിക്കും, ആ ശബ്ദം കൊണ്ട് മറ്റുള്ളവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. പക്ഷേ ചിലരിൽ ഇത് കുറച്ച് ഉറങ്ങിക്കഴിയുമ്പോഴേക്കും ശ്വാസം കിട്ടാതെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? അതാണ് ആപ്നിയ എന്ന് പറയുന്നത്. അതായത് കൂർക്കം വലി, അതിൻ്റെ ഒരു ആപ്നിയയുടെ ടിപ്പിക്കൽ സൈൻ എന്ന് പറഞ്ഞാൽ കൂർക്കം വലി ക്രമേണ തുടങ്ങി പതുക്കെ ശബ്ദം കൂടി പോകും. പിന്നീട് കുറഞ്ഞു വരും. പിന്നീട് കുറച്ച് നേരത്തേക്ക് ഒട്ടും ശബ്ദമേ കാണില്ല. ഈ സമയത്ത് ആൾ ശ്വാസം എടുക്കുന്നുണ്ടാവില്ല. യൂഷ്വലി അത് ഭാര്യയായിരിക്കും നോക്കുന്ന, ഭർത്താവ് ശ്വാസം എടുക്കുന്നില്ല. എന്ത് ചെയ്യും? 2 പ്രാവശ്യം തട്ടിക്കൊടുക്കും, ഭർത്താവിനെ വിളിച്ചുണർത്തും. അവരുടെ ആ സമയത്ത് ശ്വാസം എടുക്കാത്ത അവസ്ഥയാണ് ഈ സ്ലീപ്പ് ആപ്നിയ. പലപ്പോഴും ഞെട്ടി ഉണർന്ന് അല്ലെങ്കിൽ ശ്വാസം എടുക്കുകയും ചെയ്യും. ഇതാണ് സ്ലീപ്പ് ആപ്നിയ എന്ന് പറയുന്ന അസുഖം. അമിതവണ്ണവും കൂർക്കം വലിയും തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കോൺട്രിബ്യൂട്ട് ചെയ്യും. എന്ന് വെച്ചാൽ അമിതവണ്ണം, അതായത് ഒബീസിറ്റി, നമ്മുടെ നെക്കിനും ശരീരത്തിലെ എല്ലാ ഭാഗത്തും വണ്ണം കൂടുന്നത് പോലെ തന്നെ കഴുത്തിൻ്റെ ഫാറ്റും കൂടി വരും. വീണ്ടും ശ്വാസനാളത്തിന് അത് ഞെക്കും, വീണ്ടും കൂർക്കം വലി കൂടും. ഈ കൂർക്കം വലി കൂടി വരുന്തോറും നമ്മുടെ ഒബീസിറ്റി കൂടുതലാവുകയും ചെയ്യും. അതായത് പല ആൾക്കാരുടെയും കോമൺ കംപ്ലൈൻ്റ് ആണ്, എനിക്ക് എത്ര നടന്നിട്ടും എൻ്റെ വണ്ണം കുറയുന്നില്ല. ഞാൻ എല്ലാ ദിവസവും എക്സർസൈസ് ചെയ്യുന്നു, 6 കിലോമീറ്റർ നടക്കുന്നു അല്ലെങ്കിൽ 8 കിലോമീറ്റർ നടക്കുന്നു, എന്നിട്ടും എൻ്റെ വണ്ണം കുറയുന്നില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം കൂർക്കം വലി ആയിരിക്കും, ഈ OSA ആയിരിക്കും. ഡോക്ടർ, നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തുടരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, നമ്മുടെ ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ, ഞാൻ കട്ടപ്പനയിൽ നിന്ന് വിളിക്കുവാണേ. ചോദിച്ചോളൂ. എനിക്ക് 49 വയസ്സുണ്ട് സാർ. പറയണം മേഡം. ഞാൻ 10 വർഷമായിട്ട് സ്ഥിരമായിട്ട് കൂർക്കം വലിക്കുന്നത്. എനിക്ക് സ്പോണ്ടിലോസിന്റെ പ്രശ്നമുണ്ട്. അപ്പം പില്ലോ വയ്ക്കാതെയാണ് കിടക്കുന്നത്. അപ്പം കൂർക്കം വലി ശബ്ദം കൂടുമ്പോൾ ഹസ്ബൻഡ് എഴുന്നേറ്റ് പോയിട്ട് ഫോണിൽ അത് പിടിച്ചു വയ്ക്കും, റെക്കോർഡ് ചെയ്ത് വയ്ക്കും. അപ്പൊ രാവിലെ മക്കളോട് പറയും ഒരു സൂത്രം കേൾപ്പിക്കാന്ന് പറഞ്ഞു കഴിയുമ്പോഴാണ് അങ്ങനെ ചോദിക്കും, ഇതെവിടെയാ എരുമ കരയുന്ന ശബ്ദം കേൾക്കുന്നതെന്ന്. അപ്പൊ പറഞ്ഞു ഇന്നലെ രാത്രിയിൽ ഇതായിരുന്നു എന്നെ കിടത്തി ഉറങ്ങിയത്. സ്ഥിരമായിട്ട് ഇപ്പൊ ഹസ്ബൻഡ് എഴുന്നേറ്റ് മാറി കിടക്കുക. എപ്പോഴും പകലാണേലും കിടന്നു കഴിയുമ്പോൾ പെട്ടെന്ന് എനിക്കറിയാം, ചിലപ്പോ ഒരു വലി കേട്ട് കഴിയുമ്പോൾ ഞാൻ ഞെട്ടി ഉണരാറുണ്ട്.
ചിലപ്പോൾ അറിയാതെ തിരിച്ചു മക്കൾ എന്ത് കിടക്കണം അവർക്ക് പേടിയാന്ന് പറഞ്ഞൊന്ന് തട്ടും. പക്ഷെ ഹസ്ബൻഡ് തട്ടാറല്ല, സുഖമായിട്ട് ഉറങ്ങിക്കോട്ടെ എന്ന് പുള്ളി കാണും. മാഡം പറഞ്ഞത് വളരെ കോമൺ ആയിട്ടുള്ള കംപ്ലൈൻ്റ് ആണ്. നേരത്തെ ഞങ്ങളിവിടെ ഡിസ്കസ് ചെയ്ത പോലെ സ്വന്തമായിട്ടിപ്പം ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യയായിട്ട് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കംപ്ലൈൻറ്റ് ചെയ്യുന്നത്, മറ്റേയാൾ കൂർക്കം വലിക്കുന്ന കാരണം എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എന്നുള്ളത്. അപ്പോൾ മാഡത്തിന് പകൽ സമയത്ത് ഇതുപോലെ ഉണ്ടോ കൂടുതൽ, അതോ രാത്രി മാത്രമേ ഉള്ളൂ? ജസ്റ്റ് ഒന്ന് നേരെ ഇറങ്ങണമെങ്കിലേ ഉള്ളൂ, ചെരിഞ്ഞാണ് അത്രയും പ്രശ്നമില്ല. അഗെയിൻ നമ്മൾ ശരിയാ ഡോക്ടർ, ഈ പൊസിഷൻ മാറ്റി കഴിഞ്ഞാൽ ഇത് കുറയും എന്നുള്ളൊരു ധാരണയുണ്ടെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മലർന്ന് കിടക്കുകയാണെങ്കിൽ, ഈ മാഡം പറഞ്ഞതുപോലെ തലയണ വയ്ക്കാതെ മലർന്ന് കിടക്കുകയാണെങ്കിൽ നമ്മുടെ ടങ് നാക്ക് ഉൾപ്പെടെ ബാക്കിലേക്ക് വീഴും, മറിഞ്ഞ് തിരിച്ചങ്ങ് പോകും ഈ ആപ്നിയ ഉള്ളവർക്ക്. അപ്പോൾ ശ്വാസനാളം അടഞ്ഞു പോകും. അവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒന്നുകിൽ പറയുന്ന പൊസിഷണൽ തെറാപ്പി, അതായത് ചരിഞ്ഞ് കിടക്കുക. ഇപ്പം മാഡത്തിന് തലയണ വയ്ക്കാൻ പറ്റത്തില്ല, കഴുത്തിന് സ്പോണ്ടൈലോസ് ഉള്ളതുകൊണ്ട് തലയണ വയ്ക്കാൻ പറ്റില്ല. അങ്ങനെയുള്ളവർക്ക് ലാറ്ററൽ പൊസിഷൻ എന്ന് പറയുന്നത് ഒന്നുകിൽ ഒരു വശത്തേക്കോ അല്ലെങ്കിൽ മറ്റൊരു വശത്തേക്കോ ചരിഞ്ഞ് കിടക്കുക. അങ്ങനെ പറ്റാത്തവർക്ക് പലരും ചരിഞ്ഞ് കിടത്തി കഴിഞ്ഞാൽ ഉടനെ തിരിച്ച് കിടത്തും. അങ്ങനെയുള്ളവർക്ക് പുറത്തൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു ടെന്നീസ് ബോൾ എടുത്ത് ബാക്കിൽ വെച്ച് കൊടുക്കും. അപ്പോൾ ആ ബോളിൽ തിരിഞ്ഞു വരാനായിട്ട് പറ്റില്ല, വന്നു കഴിഞ്ഞാൽ വീണ്ടും ബൗൺസ് ചെയ്ത് ചരിഞ്ഞങ്ങ് പോകും. ടെന്നീസ് ബോൾ തെറാപ്പി എന്നാണ് അതിന് പറയുന്നത് തന്നെ. അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ. ഹലോ, ചോദിച്ചോളൂ ഡോക്ടറോട്. സാറേ എനിക്ക് 45 വയസ്സ് പ്രായമുണ്ട്. നല്ല ബോഡി വെയിറ്റ് ഉള്ള ആളാണ്. 130 കിലോ വെയിറ്റ് ഉണ്ട്. അപ്പം ഭയങ്കര കൂർക്കം വലിയാന്നാണ് പ്രശ്നം, വൈഫിന്റെ പരാതിയാണ്. അപ്പോ ഇതിന് എന്തോ ഒരു കഴുത്തിന് എന്തോ ഒരു ബാൻഡേജോ അങ്ങനെ എന്തോ ഒരു ബാഡ്ജ് പോലെ ഒരു സാധനം ഇടാനുണ്ട്. അപ്പൊ ഇത് കൂർക്കം വലിക്ക് മാറ്റം വരും എന്നൊക്കെ പറയുന്നത് കേട്ടോ, അങ്ങനെ വല്ലതും ഉണ്ടോ? സാറിൻ്റെ നേരത്തെ ഞങ്ങളിവിടെ പറഞ്ഞതുപോലെ ഒബീസിറ്റി, അതായത് അമിതവണ്ണവും കൂർക്കം വലിയും വളരെയധികം റിലേറ്റഡ് ആണ്. ആദ്യം നോക്കേണ്ടത് നമുക്ക് ഈ സ്ലീപ്പ് ആപ്നിയ എന്ന് പറയുന്ന അസുഖം നമുക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ആദ്യം അറിയേണ്ടത്. സാറിൻ്റെ അടുത്ത് നോക്കിയിട്ടൊരു സെൻറ്ററിൽ നോക്കിയിട്ട് ഒന്ന് സ്ലീപ്പ് സ്റ്റഡി നോക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ സ്ലീപ്പ് ആപ്നിയയുടെ ലക്ഷണങ്ങൾ കാണിക്കുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള ചികിത്സയാണ് സാറിന് പിന്നെ വേണ്ടത്. പിന്നെ മറ്റൊന്ന് ഈ 130 കിലോ എന്ന് പറയുമ്പോൾ അതൊന്ന് കുറയ്ക്കുന്നത് നല്ലതായിരിക്കും. തീർച്ചയായിട്ടും ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ ആപ്നിയ ഉള്ളവർക്ക് ഒബീസിറ്റി കുറയത്തില്ല, അവരുടെ ആപ്നിയ ചികിത്സിക്കാതെ ഈ അമിതവണ്ണം കുറയുകയില്ല. ഡോക്ടർ, ഓരോ അസുഖങ്ങൾക്കും ഓരോ രീതിയിലുള്ള രോഗനിർണയ മാർഗങ്ങളുണ്ട്. കൂർക്കം വലിയുടെ കാര്യത്തിൽ നമ്മൾ എങ്ങനെയാണത് ഇവാലുവേറ്റ് ചെയ്യുന്നത്? കൂർക്കം വലി പ്രധാനമായിട്ടും നോക്കേണ്ടത് അത് ആപ്നിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടോ, സ്ലീപ്പ് ആപ്നിയ ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ അറിയുന്നത്. അതിന് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യുന്നത് സ്ലീപ്പ് സ്റ്റഡി എന്നാണ് പറയുന്നത്. ഒട്ടുമിക്ക ആശുപത്രികളും സ്ലീപ്പിൻ്റെ സ്പെഷ്യലിസ്റ്റുള്ള പൾമനോളജിസ്റ്റുള്ള ഒട്ടുമിക്ക ഹോസ്പിറ്റൽസിലും ഇന്ന് സ്ലീപ്പ് സ്റ്റഡി ചെയ്യാനുള്ള സംവിധാനമുണ്ട്. രാത്രി സമയങ്ങളിൽ അത് നേരത്തെ അഡ്മിറ്റ് ആവുകയോ ഒന്നും അതിനാവശ്യമില്ല. രാത്രി നമ്മൾ എപ്പോഴാണോ സാധാരണ ഉറങ്ങുന്നത് ആ സമയമാകുമ്പോൾ ഹോസ്പിറ്റലിൽ ചെല്ലുക, സ്ലീപ്പ് റൂം കാണും, സ്ലീപ്പ് റൂമിൽ നമ്മൾ ഉറങ്ങുക. ടെക്നോളജിസ്റ്റ് ആയിരിക്കും നമ്മുടെ ഉറക്കത്തിന് കമ്പ്യൂട്ടറിൽ അനലൈസ് ചെയ്യുന്നത്. അടുത്ത ദിവസം രാവിലെ എപ്പോൾ ഉറങ്ങിത്തീരുന്നു ആ സമയത്ത് വീട്ടിൽ പോവുക. അതാണ് സ്ലീപ്പ് സ്റ്റഡി എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഡോക്ടർ, ഈ കൂർക്കം വലിക്കുന്നവർ ഒരുപാട് പേരുണ്ടാവുമല്ലോ. അപ്പം നമ്മളിതിങ്ങനെ ചികിത്സ വേണ്ടി വരുന്ന ഒരവസ്ഥയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ ഉണ്ടാവുമോ? എങ്ങനെയാണ് ആ സ്റ്റഡി? തീർച്ചയായിട്ടും നമുക്ക് അതിനകത്ത് ആപ്നിയ ഉണ്ടെങ്കിൽ അതിനെ ഗ്രേഡ് ചെയ്യാൻ പറ്റും. മൈൽഡ്, മോഡറേറ്റ്, സിവിയർ ഇങ്ങനെയൊക്കെ ഗ്രേഡ് ചെയ്യാം. അതുപോലെ ഓക്സിജൻ എത്ര കുറഞ്ഞു, ഇപ്പോൾ 100% ഓക്സിജൻ നോർമലി വേണം, ഉറങ്ങുമ്പോഴും വേണം, പകലും വേണം. ആപ്നിയ ഉള്ളവർക്ക് 100-ൽ നിന്നും 99, 98 കുറഞ്ഞ് 90, 80, 70, 50 ഇങ്ങനെ ശതമാനങ്ങളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. സ്ലീപ്പ് ആപ്നിയ ഗ്രേഡും കൂടി ഇരിക്കും. അപ്പോൾ അതിൽ ഇതിൻ്റെ ഗ്രേഡ് നോക്കിയിട്ടാണ് അതിൻ്റെ ചികിത്സ തീരുമാനിക്കുന്നത് അല്ലേ? അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ. ഹലോ, നമസ്കാരം. ഡോക്ടറോട് സംസാരിച്ചോളൂ. സർ പറയണം. ഹലോ സാർ, ചോദിച്ചോളൂ. ഹലോ. ടിവിയിൽ ശ്രദ്ധിക്കണ്ട, ഇവിടെ കേൾക്കുന്നുണ്ട്. ചോദ്യം പൂർത്തിയായിട്ട് ചോദിച്ചോളൂ. എനിക്ക് ഇപ്പോ ഒരു 50 വയസ്സ് പ്രായമുണ്ട്. അത്യാവശ്യം തടി കൊണ്ട് നല്ല കൂർക്കം വലിയാണ്. രാത്രി എന്നല്ല, വെറുതെ കൂർക്കം വലിക്കും. പുറക്കിങ്ങനെ തൂക്കം വരുമ്പോൾ നല്ല കൂർക്കം വലിക്കുന്ന സ്വഭാവമാണുള്ളത്. ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് ഒക്കെ ഇങ്ങനെ വെച്ച് ശ്വാസം പിടിച്ചു നിൽക്കും. പിന്നെ ഇത് പിന്നെ ആയിട്ട് ശ്വാസം വിടുന്ന സ്വഭാവമാണ് കാണുന്നത്. അടുത്ത് കിടക്കുന്ന ഭാര്യക്കൊക്കെ ശല്യമായിട്ട് തോന്നാറുണ്ട്. അതായത് കുറച്ചു നേരം സാറിന്റെ കൂർക്കം വലി തുടർന്നുകൊണ്ടേയിരിക്കും, ഇടയ്ക്ക് കുറച്ച് സമയം കാണില്ല, ആ സമയത്ത് ശ്വാസം പോലും എടുക്കാതെ തോന്നാറുമുണ്ട്. അതെ, അതാണ് നേരത്തെ ഞങ്ങൾ ഈ പറഞ്ഞതുപോലെ സ്ലീപ്പ് ആപ്നിയ എന്ന് പറയുന്ന അസുഖത്തിന്റെ ലക്ഷണമാണ് സാറിനുള്ളത്. അപ്പം അതിന്റെ ചികിത്സയാണ് സാർ എടുക്കേണ്ടത്.
ഡോക്ടർ, പലപ്പോഴും ഉണ്ടാകുന്ന ഒരു സംശയം ഇത്തരം പ്രശ്നങ്ങൾക്ക്, ഇപ്പോൾ നമ്മൾ ഓരോ അസുഖങ്ങൾക്കും ഓരോ ഡോക്ടേഴ്സിനെ കാണുമല്ലോ, ഈ കൂർക്കം വലി ഏത് വിഭാഗത്തിലാണ് പെടുക എന്ന് അറിയാത്തൊരവസ്ഥയുണ്ട്. ഏത് ഡോക്ടറെയാണ് കാണേണ്ടത്? പൾമനോളജിസ്റ്റ് എന്നാണ് യൂഷ്വലി പറയുന്നത്, സ്ലീപ്പ് സ്പെഷ്യലിസ്റ്റ് ആയത്, അതായത് ശ്വാസകോശ രോഗ വിഭാഗം. പിന്നെ ഇപ്പോൾ പിന്നെ സർജറീസ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ENT-യിലും കാണിക്കേണ്ടി. ഇപ്പോൾ നേരത്തെ പറഞ്ഞ കുട്ടികളുടെ കാര്യം, ടോൺസിൽസ് അല്ലെങ്കിൽ അവരുടെ അഡനോയിഡ് ഗ്രന്ഥി ഇതൊക്കെ വീക്കമുണ്ടെങ്കിൽ അത് നമുക്ക് ഒരുപക്ഷെ റിമൂവ് ചെയ്യേണ്ടി വരും. തീർച്ചയായിട്ടും ലങ്ങിൻ്റെ സ്പെഷ്യലിസ്റ്റിന് അല്ലെങ്കിൽ ENT ഈ രണ്ട് പേരുമാണ് സാധാരണയായിട്ട് സ്ലീപ്പിൽ സ്പെഷ്യലൈസ് ചെയ്യുന്നത്. കൂർക്കം വലി ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ മറ്റസുഖങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഇത് അനുഭവിക്കുന്ന ആളെക്കാൾ കൂടുതൽ ഒരു സോഷ്യൽ ഇഷ്യൂ ആണ് തോന്നിയല്ലേ? ഇപ്പം പാർട്ട്ണർക്കാണ് അത് ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ കൂടെ നിൽക്കുന്നവർക്കാണ് അതിനൊരു ബുദ്ധിമുട്ട്. അതുപോലെ തന്നെ കുറച്ചൊരു കളിയാക്കലിൻ്റെയും ഒരു പ്രശ്നം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആവാം ആളുകൾ തുറന്നു പറയാത്തത്, അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ ഈ തുറന്നു പറയേണ്ടതിൻ്റെയും കൃത്യമായ ചികിത്സ ലഭിക്കേണ്ടതിൻ്റെയും ഒരു പ്രാധാന്യം ഒന്ന് ഡോക്ടർ പറഞ്ഞ് മനസ്സിലാക്കിയേക്കൊള്ളാം. തീർച്ചയായിട്ടും നമ്മളത് തുറന്ന് പറയേണ്ട ഒരു അസുഖമാണ്. വെച്ചാൽ ലങ്സിൽ തന്നെ ആസ്മ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും ഉണ്ട്. നേരെ മറിച്ച് പുക വലിക്കുമോ എന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും വലിക്കത്തില്ല. അതുപോലെയാണ് കൂർക്കം വലിയുടെ കാര്യം. ഒരു സോഷ്യൽ സ്റ്റിഗ്മ ഉള്ളതുകൊണ്ട് പലരും അത് ഞാൻ വലിക്കുന്നു എന്ന് മറ്റുള്ളവരെ അറിഞ്ഞാൽ മോശമാണ് എന്നുള്ളതുകൊണ്ട് പലരും അത് പറയില്ല. പക്ഷെ അതിൻ്റെ കൂടെ നമ്മൾ നോക്കണം മറ്റു ലക്ഷണങ്ങൾ ആളിനുണ്ടോ. ഈ ആപ്നിയുടെ മറ്റു ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ പകൽ സമയത്ത് ഇരുന്ന് കഴിഞ്ഞാൽ അറിയാതെ മയങ്ങി പോകും. ഒന്ന് TV കണ്ടുകൊണ്ടിരുന്നാൽ മതി, അല്ലെങ്കിൽ പത്രം വായിച്ചുകൊണ്ടിരുന്നാൽ മതി, ഇവർ മയങ്ങും. അതിൻ്റെ മറ്റൊരു ലക്ഷണമാണ് തലവേദന. രാവിലെ എഴുന്നേക്കുന്നത് മുതലേ തുടങ്ങും. ഏർലി മോർണിംഗ് ഹെഡ് ഏക്ക് എന്നാണ് അതിന് പറയുന്നത്. രാത്രിയുള്ള ഓക്സിജൻ കുറയുന്നത് കാരണം രാവിലെ മുതലേ തലവേദന വന്നുകൊണ്ടേയിരിക്കും. ഈ ലക്ഷണങ്ങളൊക്കെ ഉള്ളവർ അവർക്ക് കോൺസെൻട്രേഷൻ ബുദ്ധിമുട്ടായിരിക്കും. പകലൊന്ന് വായിക്കാൻ, ഒന്ന് മനസ്സിരുത്തി വായിക്കാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെ ലക്ഷണങ്ങളുള്ളവർ തീർച്ചയായിട്ടും ചികിത്സ എടുക്കേണ്ടതാണ്. അടുത്തൊരു കോളിലേക്ക് പോകണം ഡോക്ടർ. ഹലോ ഹലോ, നമസ്കാരം. ഡോക്ടറോട് സംസാരിച്ചോളൂ. ഹലോ സർ, പറയണം. സാർ, ഞാൻ ഒരു 15-17 വർഷമായി. 15-17 വർഷം കൊണ്ട് ഹലോ കേൾക്കാം സർ, പറയണം. 15-17 വർഷം കൊണ്ട് കൂർക്കം വലിയുണ്ട്. കൂർക്കം വലി ഇപ്പൊ കല്യാണം കഴിഞ്ഞ് 10 വർഷമായി. അപ്പോഴും ഭയങ്കര കൂർക്കം വലിയാണ്. അപ്പൊ ഇപ്പൊ ഇടയ്ക്ക് എന്റെ അമ്മ മരിക്കുന്നതിന് കുറച്ച് വർഷത്തിന് മുമ്പ് അമ്മയ്ക്ക് കുറച്ച് അസ്വസ്ഥതയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇരുന്നാണ് ഉറങ്ങുന്നത് ഞാൻ ഇങ്ങനടുത്ത്. അപ്പൊ കുറച്ച് കുറവുണ്ടായിരുന്നു. ഇപ്പോഴും പഴയതുപോലെ. അപ്പൊ ഞാൻ ഇപ്പൊ പമ്പ് ഓപ്പറേറ്ററാണ്. അപ്പൊ നൈറ്റ് ഒക്കെ വരുമ്പോഴും ഇരുന്നിങ്ങനെ ഉറങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് ഭയങ്കര സൗണ്ട് വരും. അപ്പൊ ചില ആൾക്കാർ ഈ സൗണ്ട് കേട്ട് സൗണ്ട് മാറണമെങ്കിലും എനിക്ക് പെട്ടെന്ന് നല്ല ഓർമ്മ ഉണ്ടാവും. ഞാൻ കൂർക്കം വലിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് പെട്ടെന്ന് തോന്നുന്നു. അപ്പൊ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോഴും ചില ആൾക്കാർ പെട്ടെന്ന് നോക്കി എന്നെ പരിഹസിച്ചിട്ടുണ്ട്. കാരണം ഞാൻ ഇങ്ങനെ പെട്ടെന്ന് 2 വലി വലിക്കും, പെട്ടെന്ന് നിന്ന് അങ്ങ് കണ്ണു തുറന്ന് നോക്കും. ഇത് പലർക്കും സംഭവിക്കാറുള്ളതാണ്. സാറിന്റെ സ്ലീപ്പിന്റെ സ്റ്റഡി ചെയ്തിട്ടുണ്ടോ നേരത്തെ? സ്ലീപ്പ് സ്റ്റഡി ചെയ്തിട്ടുണ്ടോ സാറിന്റെ? ഇല്ല, ഇതുവരെ ഞാൻ ഇതിന് ഒരു മരുന്നോ വേറെ ഒന്നും സ്റ്റഡി ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ ഇപ്പോഴും സ്റ്റഡി ചെയ്യുന്നുണ്ട്. കാരണം ഈ തലങ്ങണി ഒന്നും വയ്ക്കാതെ നിവർന്ന് മാക്സിമം കിടക്കാൻ നോക്കുന്നുണ്ട്. കുറച്ചു നേരം അങ്ങനെ ചിലപ്പോഴും വൈഫ് പറയുന്നത് ഒരു 4-5 വലി വലിച്ചാൽ പിന്നെ രാത്രി കാണത്തില്ലെന്നാ പറയുന്നത്. തീർച്ചയായിട്ടും ഉറക്കത്തിന്റെ സ്ലീപ്പ് സ്പെഷ്യലിസ്റ്റിനെ കാണുക എന്നുള്ളതാണ് സാർ ചെയ്യേണ്ടത്. അവരതിന്റെ ടെസ്റ്റുകൾ, ഇപ്പം സ്ലീപ്പ് സ്റ്റഡി പോലെയുള്ള ടെസ്റ്റുകൾ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മൾ നോക്കുകയും ചെയ്യണം. ഡോക്ടർ, നമുക്ക് മറ്റൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള കൂടി. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, ഇപ്പോൾ ചികിത്സകളെ കുറിച്ച് പറയുമ്പോൾ ഏതെല്ലാം തരത്തിലുള്ള ചികിത്സകളാണ് കൂർക്കം വലിക്ക് ലഭ്യമായിട്ടുള്ളത്? അതിനെ നമ്മുടെ അസുഖത്തിനെ സ്റ്റേജ് ചെയ്യണം. ഞാൻ ഈ പറഞ്ഞ പോലെ ഏത് ചെറിയ ഗ്രേഡാണോ, മൈൽഡാണോ, മോഡറേറ്റ് ആണോ, സിവിയർ ആണോ, ഇതൊക്കെ ആദ്യം നമ്മൾ സ്ലീപ്പ് സ്റ്റഡിയിൽ നിന്ന് നമുക്ക് അറിയാൻ പറ്റും. മൈൽഡർ ഫോംസ് ഒക്കെ ആണെങ്കിൽ സാധാരണ വേണ്ടത് എക്സസൈസ് മാത്രമായിരിക്കും. ഈ എക്സസൈസ് ഇല്ലായ്മയാണ് നമ്മുടെ ഈ അസുഖം. കൂർക്കം വലി ആണെങ്കിലും സ്ലീപ്പ് ആപ്നിയുടെ ആണെങ്കിലും ഒരു വലിയൊരു കാരണം ഇന്നത്തെ ജീവിതചര്യയാണ്. നമുക്ക് എക്സസൈസ് ഇല്ലായ്മ. ആരും നടക്കില്ല, നമ്മളാരും. അപ്പോൾ പിന്നീടുള്ളത് പുകവലി. നേരത്തെ ചോദിച്ചതുപോലെ പുകവലി, മദ്യപാനം, ഈ 2 കാര്യങ്ങളും ഒഴിവാക്കി ഡെയിലി എക്സസൈസും കൂടെ ചെയ്യുന്ന ഒരാളിനാണെങ്കിൽ മൈൽഡർ ഫോംസിനൊക്കെ മറ്റ് ചികിത്സകളൊന്നും തന്നെ ആവശ്യമില്ല. എന്നാൽ തിരിച്ച് അങ്ങോട്ട് പോകുമ്പോൾ കൂടിയ ഡിഗ്രി വരുമ്പോൾ മോഡറേറ്റ് അല്ലെങ്കിൽ സിവിയർ എന്നൊക്കെ പറയുന്ന ആപ്നികൾ വരുമ്പോൾ നമ്മൾ ചെയ്യണം. നമ്മുടെ ഈ അസുഖത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ശ്വാസനാളം അടഞ്ഞങ്ങ് പോകും. ശ്വാസനാളം അടഞ്ഞു പോകുന്ന ഒരാളിന് ശ്വാസം കിട്ടുന്നില്ല. എങ്ങനെയെങ്കിലും നമ്മൾ ആ ശ്വാസം അടഞ്ഞു പോകുന്ന ട്യൂബിന് തുറന്നു കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. യൂഷ്വലി അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന പാപ്പ് മെഷീൻസ് എന്ന് പറയും. CPAP എന്നാണ് അതിന് പറയുന്നത്. CPAP എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ടൊരു പോസിറ്റീവ് പ്രഷർ
ശ്വാസനാളത്തിലേക്ക് കൊടുക്കുക. അതാണ് CPAP എന്ന് പറയുന്നത്. ഡോക്ടർ ഒരു കോളർ ഉണ്ട്, അതിനുശേഷം തൊട്ട്. ഹലോ ഹലോ, നമസ്കാരം, ഡോക്ടറോട് ചോദിച്ചോളൂ. ആ കോള് കട്ടായെന്ന് തോന്നുന്നു. ഡോക്ടർ അപ്പോൾ ചികിത്സയെക്കുറിച്ച് എന്നാ പറഞ്ഞു? CPAP സാധാരണ നമ്മൾ വെച്ച് നോക്കും. CPAP വെച്ചിട്ട് ശ്വാസനാളം എത്ര തുറക്കുന്നു എന്നുള്ള ഒരു മാസ്കാണ് CPAP എന്ന് പറയുന്നത്. വെറുതെ ഒരു മാസ്ക് ഉറങ്ങുന്ന സമയത്ത് വെക്കുക. മാസ്കിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ഒരു പ്രഷർ കൊടുത്ത് നമ്മുടെ ശ്വാസനാളത്തിനെ തുറന്ന് വെക്കുക. ഇതൊരു ഓക്സിജൻ സപ്ലൈ ചെയ്യുന്ന മാസ്ക് ഒന്നുമല്ല. ഇതിൻ്റെ ജോലി ഒന്ന് ശ്വാസനാളത്തിനെ തുറന്ന് ഒരു നോർമൽ ആളിനെ പോലെ നമ്മളെ ശ്വസിക്കാൻ സഹായിക്കുക. ഇതാണ് ഈ പാപ്പ് മെഷീൻ, സാധാരണ CPAP അല്ലെങ്കിൽ BiPAP എന്നൊക്കെ പറയുന്ന മെഷീൻസ്. അതാണ് അതിൻ്റെ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റും ഏറ്റവും എളുപ്പമുള്ള ചികിത്സാ രീതി എന്ന് പറഞ്ഞാൽ CPAPs ആണ്. അതിന് വില എങ്ങനെയാണ്? CPAPs കോസ്റ്റ്ലി ആണ് എന്ന് തന്നെ പറയാം. നമ്മുടെ രാജ്യത്തെ വെച്ച് നോക്കുമ്പോൾ പല ടൈപ്സ് ഉണ്ട്. മാനുവൽ മെഷീൻസ് ഉണ്ട്, ഓട്ടോമാറ്റിക് മെഷീൻസ് ഉണ്ട്. മാനുവൽ മെഷീൻസ് തന്നെ അറൗണ്ട് 20,000 ആവും. ഓട്ടോമാറ്റിക് മെഷീൻസ് ആണെങ്കിൽ റഫ്ലി അതിൻ്റെയൊക്കെ 2 times or 3 times ഒക്കെ ആകും. കോസ്റ്റ് ഡെഫിനറ്റ്ലി ഒരു ഇഷ്യൂ ആണ് നമ്മുടെ രാജ്യത്ത്. പുറം രാജ്യങ്ങളിലൊക്കെ സാധാരണ ഇൻഷുറൻസ് കവറേജ് ഉള്ളതുകൊണ്ട് അവർക്ക് രോഗിക്ക് അസുഖമുണ്ട് എന്നറിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഇൻഷുറൻസ് കവറേജിൽ കിട്ടും. അതുകൊണ്ട് അവർ പ്രത്യേകിച്ച് പണം ചിലവാക്കേണ്ടതില്ല. ഇപ്പോൾ ഡോക്ടർ, ചികിത്സകളിൽ വരുമ്പോൾ ശസ്ത്രക്രിയ ആവശ്യമായി വരുന്ന സന്ദർഭങ്ങളുണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞ പോലെ CPAP ഉപയോഗിക്കാൻ ചില ആൾക്കാർക്ക് പറ്റണമെന്നില്ല. ഞാൻ ഉറങ്ങുമ്പോൾ എല്ലാ ദിവസവും എന്തിനാണ് ഞാൻ മെഷീൻ വെക്കുന്നത് എന്ന് ചോദിക്കും. അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് മൂക്കിലൂടെ ബ്ലീഡ് വരുന്നവർ കാണും, അല്ലെങ്കിൽ വായിൽ എന്തെങ്കിലും ഇതുപോലെ ബ്ലീഡ് വരും. അങ്ങനെയുള്ളവർക്കൊന്നും നമുക്ക് പാപ്പ് വയ്ക്കാൻ പറ്റത്തില്ല. അങ്ങനെ CPAP വയ്ക്കാൻ പറ്റാത്തവർ അല്ലെങ്കിൽ അത് വില്ലിംഗ് ആയിട്ടല്ലാത്തവർ, അങ്ങനെയുള്ളവർക്ക് നമ്മൾ സർജിക്കൽ ഓപ്ഷൻസ് കൊടുക്കാറുണ്ട്. സർജിക്കൽ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്ന് ഡെൻ്റൽ ഇംപ്ലാൻസ് ഉണ്ട്. ഡെൻറ്റിസ്റ്റുകൾ വയ്ക്കുന്നതാണ് ഡെൻ്റൽ ഇംപ്ലാൻസ് വെച്ചിട്ട് മാൻഡിബിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജോ ബോണിനെ ഫ്രണ്ടിലേക്ക് തള്ളി നീക്കുക, ഇവിടുത്തെ സ്പേസ് കൂട്ടുക എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള തത്വം. ആ മാൻഡിബുലാർ അഡ്വാൻസ്മെൻറ്റ് ഡിവൈസ് MAD എന്ന് പറയും. അത് നമ്മുടെ രാജ്യത്ത് അത്ര കോമൺ അല്ല, പോപ്പുലറും അല്ല. വിദേശ രാജ്യങ്ങളിൽ വളരെ പോപ്പുലർ. CPAP ഉപയോഗിക്കാത്തവർക്ക് MAD വയ്ക്കും. പിന്നെ ഉള്ളത് താങ്കൾ പറഞ്ഞ പോലെ സർജറീസ് ആണ്, ഓപ്പറേഷൻസ്. ബാക്കിയുള്ള ഭാഗങ്ങൾ, ഇപ്പം കുട്ടികളിലാണെങ്കിൽ ടോൺസിൽ അല്ലെങ്കിൽ അഡിനോയിഡ് മാറ്റി കൊടുക്കും. വലിയവരിലാണെങ്കിൽ അവിടെയുള്ള സ്പേസ് കുറച്ചൊന്ന് കൂട്ടിക്കൊടുക്കും. പണ്ടൊക്കെ ഇത് വളരെ കോമൺ ആയിട്ട് ചെയ്തിരുന്നു. പക്ഷേ റീഗ്രോ ചെയ്യാനായിട്ട് സാധ്യതയുള്ളതുകൊണ്ടാണ് ഇതൊക്കെ കുറച്ചൊന്ന് ലോവർ സൈഡാണ് ഇപ്പോഴത്തെ. കൂർക്കം വലി കൃത്യമായ ചികിത്സയിൽ ഉണ്ടെന്ന് അറിയാത്ത ഒരുപാട് ആളുകൾ നമുക്കിടയിലുണ്ട്. അപ്പോൾ അവരോട് ഡോക്ടർക്ക് എന്താണ് പറയാനുള്ളത്, ഒരു സന്ദേശം എന്നുള്ള നിലയ്ക്ക്? പക്ഷെ നമുക്ക് ആദ്യം ഇതൊരു അസുഖമാണോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ അറിയണം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒട്ടുമിക്ക കൂർക്കം വലികളും അസുഖമാകണം എന്നില്ല. അങ്ങനെയുള്ളവർ പ്രത്യേകിച്ച് ചികിത്സയൊന്നും എടുക്കണ്ട. പക്ഷേ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സ്ലീപ്പ് സ്പെഷ്യലിസ്റ്റിനെ കണ്ടിട്ട് നമ്മളിത് ഇവാലുവേറ്റ് ചെയ്യണം. കാരണം ഇതുകൊണ്ടുണ്ടാകുന്ന മറ്റ് അസുഖങ്ങൾ, BP-യുടെ, ഷുഗറിൻ്റെ, അമിതവണ്ണം, തൈറോയിഡിൻ്റെ, ഇത്തരം അസുഖങ്ങളെല്ലാം ഈ ആപ്നിയ കൊണ്ടുണ്ടാകുന്നതാണ്. അപ്പോൾ അത്തരം അസുഖങ്ങൾ വരാതെ നോക്കുക എന്നുള്ളത്, സ്ലീപ്പ് ആപ്നിയ വരാതിരിക്കാൻ നോക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഡോക്ടർ, നമ്മുടെ ഇന്നത്തെ ഡോക്ടർ ലൈവിൻ്റെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. വളരെയധികം നന്ദി ഞങ്ങളോട് സഹകരിച്ചതിന്. ഇന്നത്തെ ഡോക്ടർ ലൈവ് ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.